2010-ൽ മാർട്ടിൻ പ്രകാൽ സംവിധാനം ചെയ്ത ബെസ്റ്റ് ആക്ടർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം മമ്മൂട്ടി നായകനായ തുടർച്ചയായി 7 ചിത്രങ്ങൾ വരിവരിയായി പൊട്ടി. ആദ്യ ചിത്രം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ എസ്.എൻ. സ്വാമിയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ഓഗസ്റ്റ് 15 ആണ്. മമ്മൂട്ടിയുടെ തന്നെ 1988-ൽ പുറത്തിറങ്ങിയ ഓഗസ്റ്റ് 1 എന്ന ബ്ലോക്ക്ബസ്റ്റർ ചിത്രത്തിന്റെ സീക്വലായി പുറത്തിറങ്ങിയ ചിത്രം വലിയൊരു പരാജയമായിരുന്നു. ഓഗസ്റ്റ് 1ന്റെ പ്ലോട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അതേപടി പകർത്തിയതാണ് ചിത്രത്തിന്റെ വലിയ പരാജയത്തിന് ഇടയാക്കിയത്. രണ്ടാമത്തെ ചിത്രം സോഹൻ സിനിലാൽ സംവിധാനം നിർവഹിച്ച് സച്ചി സേതു തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ഡബിൾസ് എന്ന കോമഡി ഡ്രാമ ചിത്രമാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നദിയ മൊയ്തു മലയാള സിനിമയ്ക്ക് തിരിച്ചുവന്നു എന്നതൊഴിച്ചാൽ ചിത്രം മമ്മൂട്ടിക്കോ നിർമ്മാതാവിനോ യാതൊരു ഗുണവുമുണ്ടാക്കിയില്ല. ചിത്രവും ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. മൂന്നാമത്തെ ചിത്രം ദ ട്രെയിൻ എന്ന ത്രില്ലർ ചിത്രമാണ്. ജയരാജ് രചനയും സംവിധാനവും ചെയ്ത ചിത്രം 2006-ൽ മുംബൈയിൽ നടന്ന ട്രെയിൻ ബോംബാക്രമണത്തെ ബേസ് ചെയ്തെടുത്തതാണ്. ചിത്രം അതിനേക്കാൾ വലിയ ബോംബായി തിയേറ്ററുകളിൽ മാറി. നാലാമത്തെ ചിത്രം ബാബു ജനാർദ്ദനൻ രചനയും സംവിധാനവും ചെയ്ത് പുറത്തിറങ്ങിയ ബോംബെ മാർച്ച് 12 എന്ന ചിത്രമാണ്. വീണ്ടും 1993-ൽ നടന്ന ബോംബെ ബോംബാക്രമണ കഥയുമായി എത്തിയ മമ്മൂട്ടിക്ക് ഇത്തവണയും തിയേറ്ററുകളിൽ ബോംബായി തന്റെ ചിത്രം മാറുന്നത് നോക്കി നിൽക്കേണ്ടതായി വന്നു. 2011 ക്രിസ്മസ് റിലീസായി മമ്മൂട്ടി എത്തിയ 5ാമത്തെ ചിത്രമായിരുന്നു അടുത്തത്. ചിത്രത്തിന്റെ പേര് വെനിസിലെ വ്യാപാരി. ഷാഫി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ജെയിംസ് ആൽബർട്ട് ആയിരുന്നു. എന്നാൽ മുൻപുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ശരാശരി വിജയം ചിത്രം നേടിയെങ്കിലും ചിത്രം പരാജയപ്പെട്ടു ബോക്സ് ഓഫീസിൽ. ചിത്രത്തിലെ കോമഡി രംഗങ്ങളും പഴയകാല കഥയും ആലപ്പുഴയുടെ മനോഹാരിതയും പിൽക്കാലത്ത് ഈ ചിത്രത്തിന് നല്ല റിപ്പീറ്റ് വാല്യൂ നൽകുന്നുണ്ട്. ആറാമത്തെ ചിത്രം ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിന്റെ കിങ് ആൻഡ് ദ കമ്മീഷണർ ആയിരുന്നു. 1995-ലെ ബ്ലോക്ക്ബസ്റ്റർ ചിത്രമായ ദ കിങ്ങിലെയും 94-ലെ കമ്മീഷണറിലെയും ഐക്കോണിക് കഥാപാത്രങ്ങളായ ഭരത് ചന്ദ്രനെയും ജോസഫ് അലക്സിനെയും തിരിച്ചു കൊണ്ടുവന്നു ഷാജിക്ക് പിഴച്ചു. വമ്പൻ ദുരന്തമായി ചിത്രം ബോക്സ് ഓഫീസിൽ. ഏഴാമത്തെയും അവസാനത്തെയും ചിത്രമാണ് ലാൽ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ കോബ്ര എന്ന കോമഡി ചിത്രം. മമ്മൂട്ടിയും ലാലും ഇരട്ട സഹോദരങ്ങളായി വേഷമിട്ട ചിത്രം വിഷു സീസൺ മുന്നിൽ കണ്ടിറക്കിയ എന്റർടൈനർ ചിത്രമായിരുന്നു. നിലവാരമില്ലാത്ത കോമഡിയും മണ്ടൻ പ്ലോട്ടും ബ്രദറെ ബ്രദറെ എന്നുള്ള ഇരു താരങ്ങളുടെയും അരോചക വിളികളും ചിത്രത്തെ മമ്മൂട്ടിയുടെ തുടർച്ചയായി 7ാമത്തെ പരാജയ ചിത്രമാക്കി മാറ്റി. ബെസ്റ്റ് ആക്ടറിന് ശേഷം 7 ഫ്ലോപ്പുകളുമായി തകർന്നിരുന്ന മമ്മൂട്ടി താപ്പാന എന്ന ജോണി ആന്റണി ചിത്രത്തിലൂടെ തിരിച്ചുവന്നു. ചിത്രം ഹിറ്റായിരുന്നു.